കോൺഗ്രസിന്റെ യുവ എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരണം അവസാനിപ്പിച്ചിട്ട് 3 ദിവസം പിന്നിടുകയാണ്. ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് പ്രതിരോധത്തിലായ രാഹുലിനോട് മാധ്യമങ്ങളുടെ മുൻപിൽ ഒരക്ഷരം മിണ്ടരുത് എന്നാണ് നേതാക്കളുടെ ശാസന. രാഹുൽ പ്രതികരിച്ചാൽ പാർട്ടിയെയും നേതാക്കളെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ എന്ന ആശങ്കയാണ് ഈ നീക്കത്തിന് പിന്നിൽ. കൂടുതൽ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി യുവ എംഎൽഎ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ പോലും കാണാതെ ഇത്തരത്തിൽ ഒളിഞ്ഞു നിൽക്കുന്നത്. നമുക്കറിയാം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു മാധ്യമങ്ങളോട് പ്രതികരണം നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ആ വാർത്താ സമ്മേളനം ഒക്കെ റദ്ദാക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കോൺഗ്രസിലെ നേതാക്കളുടെ തന്നെ ശാസന തന്നെയായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാതെ ഇത്തരത്തിൽ ഒളിഞ്ഞു നിൽക്കുന്നത്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ശ്രീനിധി, അത് തന്നെയാണ്. നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് വാർത്താ സമ്മേളനം നടത്തുന്ന അവസാന നിമിഷം റദ്ദാക്കാൻ ആവശ്യപ്പെടുകയാണ്. കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് വാർത്താ സമ്മേളനത്തിന് കട്ട് പറഞ്ഞത്. ഇപ്പോഴും അതിനുശേഷവും രാഹുൽ പ്രതികരിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ രാഹുൽ മാധ്യമങ്ങളെ കണ്ടത് രാജിപ്രഖ്യാപനം നടത്തിയപ്പോഴാണ്. ആ രാജിപ്രഖ്യാപനത്തിലും വാർത്താ സമ്മേളനത്തിൽ അവ്യക്തതയുണ്ട്. കാരണം ശബ്ദ സന്ദേശത്തിലെ ശബ്ദം രാഹുലിൻ്റെയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരുന്നില്ല. പിന്നീട് രാഹുലിനെതിരെ ഗുരുതരമായ പീഡന ആരോപണങ്ങൾ, മറ്റ് ക്രിമിനൽ കുറ്റം ചുമത്താൻ തരത്തിലുള്ള ആരോപണങ്ങളും ശബ്ദ സന്ദേശങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. ഇതിലൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല, വ്യക്തത വരുത്തിയിട്ടില്ല. സാധാരണ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്വഭാവം എപ്പോഴും മാധ്യമങ്ങളെ കാണുക, സാമൂഹ്യ മാധ്യമങ്ങൾ വഴി റീൽസ് ഇടുക, പ്രതികരണം നൽകുക, പഞ്ച് ഡയലോഗ് നൽകുക. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പഞ്ച് ഡയലോഗിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. പകരം ഇന്നലെ വരെയും ഞാനിപ്പോൾ നിൽക്കുന്ന രാഹുലിൻ്റെ നെല്ലിമുകളിലെ വീടിന് മുമ്പിലാണ്. ഇപ്പോൾ വീടിനുള്ളിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ അറിവില്ല. പക്ഷേ ഇന്നലെ വരെയും ഈ വീട്ടിനുള്ളിലായിരുന്നു രാഹുൽ. പാലക്കാട് എംഎൽഎ ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വസതിയിൽ കഴിഞ്ഞ 4 ദിവസമായി തുടരുകയാണ്. പാലക്കാട്ടത്തേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് രാഹുലിനുള്ളത്. രാഹുൽ മാധ്യമങ്ങളെ കാണാത്തതിന് കാരണമായി നമുക്ക് വേണമെങ്കിൽ സംശയിക്കുന്നത് പ്രധാനമായും ഒന്ന്, രാഹുലിന് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയാൻ ഉത്തരം കയ്യിലുണ്ടോ എന്ന് സംശയമുണ്ട്. പ്രത്യേകിച്ച് ഈ ശബ്ദ സന്ദേശത്തിൽ വധഭീഷണി ഉൾപ്പെടെ മുഴക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ എന്ത് മറുപടി രാഹുൽ നൽകുമെന്നാണ് ഇനി അറിയാനുള്ളത്. അത് രാഹുലിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകയുടെ ചില തുറന്നു പറച്ചിൽ രാഹുലിന് പേര് പറയാതെ പറഞ്ഞതാണ്. അത് രാഹുൽ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അവർ സമ്മതിക്കുന്നുമില്ല. ആ ഘട്ടത്തിലൊക്കെ രാഹുൽ ആ ചോദ്യങ്ങളോടൊക്കെ പ്രതികരിക്കാവുന്നതാണ്. എന്നാൽ അതിനുശേഷം വന്നത് വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ്. 4ഓളം ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരുന്നു. ഇതിലൊക്കെ രാഹുൽ വലിയ പ്രതിരോധത്തിലാണ്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഉള്ള ഭയം എന്ന് പറയുന്നത്, രാഹുൽ പ്രതിരോധത്തിലായതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഭയപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇരയാക്കപ്പെട്ടവർക്കെതിരെ അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തിയാൽ വീണ്ടും കോൺഗ്രസിനെ വിട്ടിലാക്കും. മറ്റൊരു കാര്യം, രാഹുൽ മറ്റേതെങ്കിലും നേതാക്കളുടെ ഡിജിറ്റൽ തെളിവുകൾ സമാനമായ രീതിയിൽ രാഹുലിനെ പോലെ ഇത്തരം സംഭവങ്ങളിൽ പെട്ടുപോകുക, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള നേതാക്കളുടെ തെളിവുകളോ ഡിജിറ്റൽ എവിഡൻസോ രാഹുൽ പുറത്തുവിട്ടാൽ അത് വീണ്ടും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമാനമായ രീതിയിൽ ആരോപണ വിധേയരും അല്ലെങ്കിൽ കേസ് നിലനിൽക്കുന്നതുമായ മറ്റ് 2 എംഎൽഎമാർ കോൺഗ്രസിൻ്റെ തന്നെ കൂടെയുണ്ട്. അവർ രാജിവെക്കണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടാലും കോൺഗ്രസിന് വലിയ തലവേദനയാവും. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചുരുക്കത്തിൽ തുറന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ക്ഷീണം, അത് സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും പ്രതിസന്ധിയിലാകും. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി രാഹുലിനോട് മിണ്ടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് അറിയാനുള്ളത്, ഇപ്പോൾ രാഹുലിൻ്റെ വീടിന് മുമ്പിലാണ് നമ്മളുള്ളത്. രാഹുൽ ഇന്ന് പ്രതികരിക്കുമോ, മാധ്യമങ്ങളെ കാണുമോ എന്നാണ്. മറ്റൊരു കാര്യം, രാഹുൽ അടൂരിൽ തുടരുകയാണ്. പാലക്കാടുള്ള പൊതുപരിപാടികളൊക്കെ തന്നെ ഒഴിവാക്കിയാണ് രാഹുൽ ഇപ്പോൾ അടൂരിൽ തുടങ്ങുന്നത്. രാഹുൽ മാങ്കൂട്ടം അടൂരിൻ്റെ എംഎൽഎ അല്ല, പാലക്കാട് എംഎൽഎ ആണ്. സ്വന്തം മണ്ഡലത്തിൽ കാലുകുത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത്. ശ്രീനിധി, സുജു പറഞ്ഞത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്വന്തം മണ്ഡലത്തിൽ പോലും കാലുകുത്താൻ പറ്റാത്ത ഒരു എംഎൽഎയുടെ ഒരു അവസ്ഥയുണ്ട്. കാരണം അത്രത്തോളം ഓരോ ദിവസങ്ങളും ആരോപണങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ്. അതും ഓരോ യുവതികളിൽ നിന്നാണ് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്നത്. നേരത്തെ സുജു പറഞ്ഞു, മറ്റ് നേതാക്കൾക്കും രാഹുൽ മിണ്ടുന്നതിൽ ഒരുപാട് ഭയമുണ്ട് എന്നത്. കാരണം ഇന്നലെ ഷാഫി പറമ്പിൽ അടക്കം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴും രാഹുലിനെ പരോക്ഷത്തിൽ പിന്തുണയ്ക്കുന്ന ഒരു മറുപടി തന്നെയല്ലേ ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയായിരിക്കില്ല ഇത്തരത്തിൽ രാഹുലിന് ഇപ്പോൾ ഒരു ശാസന നൽകിക്കൊണ്ട് രാഹുൽ ഇനി മാധ്യമങ്ങളെ കാണണ്ട എന്ന രീതിയിൽ ഒരു തീരുമാനം ഉയരുന്നത്.
ശ്രീതി ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ MLA ചെയ്തത്. നമുക്കറിയാം സതീശനും പ്രതിപക്ഷ വി ഡി സതീശൻ, ഷാഫി പറമ്പിലൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പാർട്ടിക്കുള്ളിൽ ഗോഡ്ഫാദർമാരെന്ന ആരോപണവുമുണ്ട്. ഇവരെല്ലാം രാഹുലിനെ പിന്തുണയ്ക്കുമ്പോഴും വലിയ സമ്മർദ്ദം രാഹുലിൻ്റെ മുകളിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ പാർട്ടി തന്നെ നിർദ്ദേശിക്കേണ്ട ഗതികേടിലേക്ക് എത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള രാജിക്കായ ആവശ്യം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പുറത്തുള്ള CPIM-ൻ്റെയോ BJP-യുടെയോ ആവശ്യം മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് TN പ്രതാപൻ നിലപാട് വ്യക്തമാക്കി. മറ്റ് പല നേതാക്കളും പറയുന്ന പൊതുപ്രവർത്തകരുടെ പ്രവർത്തന ശൈലി ക്ലിയർ ആക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനം ക്ലിയർ അല്ല എന്ന നിലപാടാണ് പല ആളുകൾക്കുമുള്ളത്. അതിൽ കോൺഗ്രസ്സുകാർക്കാണ് വലിയ പരാതി. AICC-ക്ക് ഉൾപ്പെടെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. നമുക്കറിയാം ആരുടെ പരാതിയാണ്, ആരെന്തിനാണ് അത്തരം പരാതി നൽകിയെന്നുള്ള കാര്യവും പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. അത്തരം വിഷയങ്ങളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാടുകൾ കൂടുതൽ പരിങ്ങലിലാകുവാണ്, അല്ലെങ്കിൽ അത് കോൺഗ്രസിന് വലിയ അപമാനം സൃഷ്ടിക്കുന്നു. കേസ് ഒരു FIR രജിസ്റ്റർ ചെയ്യാത്ത പ്രതി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും രജിസ്റ്റർ ചെയ്തില്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്നിന് പുറകെ ഒന്നൊന്നായി ആരോപണങ്ങൾ പുറത്തു വരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം പ്രചരിച്ച ഒരു ലൈംഗിക പീഡന ആരോപണമായിരുന്നു ഉണ്ടെങ്കിൽ പിന്നീട് റെനി യുവ മാധ്യമ പ്രവർത്തക രാഹുലിൻ്റെ പേര് പറയാതെ ചില കാര്യങ്ങൾ പറയുന്നു. അത് രാഹുലാണെന്ന് പൊതുസമൂഹം കരുതുന്നു. അവിടെയൊക്കെ രാഹുലിന് പ്രതിരോധിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് ഒന്നിന് പുറകെ ഒന്നായി ഓരോ ഓഡിയോ സന്ദേശങ്ങൾ, ചാറ്റുകൾ, അവാന്തിക എന്ന ട്രാൻസ്ജെൻഡറിൻ്റെ വെളിപ്പെടുത്തൽ. ഇപ്പോൾ കോൺഗ്രസ് ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് എന്ത് വെളിപ്പെടുത്തലുണ്ടാവും, ഇന്ന് ആരുടെ ചാറ്റ് പുറത്തു വരും, ഇന്ന് എന്താണ് രാഹുൽ പറഞ്ഞു മുൻകാലങ്ങളിൽ രാഹുലിൻ്റെ ചെയ്തി എന്തായിരിക്കുമെന്നാണ് അറിയാനുള്ളത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് സൈബർ വിങ് പോലും നവമാധ്യമങ്ങളിലൊക്കെ രാജകുമാരൻ റീൽസ് വളരെയധികം ഇടുന്ന ആൾ എന്നൊക്കെ തന്നെ ആക്ഷേപമായിട്ടും രാഹുലിനെ പോസിറ്റീവായിട്ടും പറയുന്ന ആളുകൊണ്ടാണ്. ഇപ്പോഴിതാ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. റീൽസ് ഇട്ട നേതാവിൻ്റെ റിയൽ ക്യാരക്ടർ, യഥാർത്ഥ സ്വഭാവം പുറത്തു വരുമ്പോൾ നേതാവിൻ്റെ നവമാധ്യമങ്ങളിൽ പോയിട്ട് നവമാധ്യമങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ കടന്നു പോവുകയാണ്. എന്തായാലും ഇപ്പോൾ രാഹുൽ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. അത് രാഹുൽ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം. കാരണം കോൺഗ്രസിനുള്ളിൽ തന്നെ രാജിവെക്കണമെന്ന ആവശ്യം, രാഹുലിൻ്റെ രാജിയാണ് പ്രധാനമായും മുന്നോട്ട് ആവശ്യപ്പെടുന്നത്. പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം. നമുക്കറിയാം കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് VD സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. അങ്ങനത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്. പാലക്കാട് തന്നെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ മത്സരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഈ പാർട്ടിക്കുള്ളിലെ വലിയ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിഷ്ഠിച്ച നേതാക്കളാണ് VD സതീശനും ഷാഫി പറമ്പിലും തുടങ്ങിയ ഒരു വിഭാഗം ആളുകൾ. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുകയാണെങ്കിൽ, അതിന് രാജിവെച്ചാൽ അത് രാഹുലിന് മാത്രം ഏൽക്കുന്ന തിരിച്ചടിയല്ല, എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് രാഹുലിന് എക്കാലം സംരക്ഷണ കവചമൊരുക്കിയ പ്രതിപക്ഷ നേതാവിന് കൂടെ കിട്ടുന്ന തിരിച്ചടിയാകും. അങ്ങനെ രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ, പ്രത്യേകിച്ച് നമുക്കറിയാം പല ആളുകളും പറയുന്നത് ഇത്തരം രാഹുലിനെതിരായ ലൈംഗിക പീഡന പരാതികളും ആരോപണങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുമ്പോൾ നിഷേധിക്കുന്നുണ്ട്. രാഹുൽ അക്കാര്യത്തിൽ പറയുന്നത് രാഹുൽ നിഷേധിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് തന്നോട് ഇതുവരെയും ഒരു വിശദീകരണം ഇത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല, തന്നോട് ആരാഞ്ഞിട്ടേ ഇല്ലെന്ന്. അങ്ങനെയൊക്കെ വരുമ്പോൾ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സംരക്ഷിച്ചു നിർത്തിയത് പ്രതിപക്ഷ VD സതീശൻ എന്ന ആരോപണം ശക്തമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാംഗത്വം രാജിവെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചടിയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, VD സതീശനെ, ഷാഫി പറമ്പിൽ തുടങ്ങിയ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴുള്ള പുതിയ സമവാക്യങ്ങളിലെ പല നേതാക്കൾക്കുമുള്ള കനത്ത തിരിച്ചടിയാകും. എന്തായാലും രാഹുലിൻ്റെ രാജിക്കായി ആവശ്യം ശക്തമാകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ഇനി എന്തെങ്കിലും പ്രതികരിക്കുമോ എന്നാണ് ഇപ്പോൾ അറിയാനുള്ളത്. രാഹുൽ സ്വയം പൊത്തിപ്പിടിക്കുകയും അതിന് പുറമെ രാഹുലിൻ്റെ മിണ്ടരുതെന്നുള്ള താക്കീതും നേതാക്കൾ നൽകുന്നതും വളരെ ശ്രദ്ധേയമാണ്. ശ്രീനിധി. ശരി സുജു പറഞ്ഞതുപോലെ തന്നെ ഇനി മാധ്യമങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണുമോ എന്നാണ് അറിയേണ്ടത്. കാരണം ഇന്നലെ കാണുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആ വാർത്താ സമ്മേളനം ഒക്കെ റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ട് ഇന്ന് 3 ദിവസം പിന്നിടുകയാണ്. ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് പ്രതിരോധത്തിലായ രാഹുലിനോട് മാധ്യമങ്ങളുടെ മുൻപിൽ ഒരക്ഷരം മിണ്ടരുത് എന്നാണ് നേതാക്കളുടെ ശാസന. ആ ശാസന ഒന്നുകൊണ്ട് തന്നെയായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണാത്തത്. മാത്രമല്ല, രാഹുൽ പ്രതികരിച്ചാൽ പാർട്ടിയെയും നേതാക്കളെയും ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ എന്ന ആശങ്കയും കൂടി ഈ നീക്കത്തിന് പിന്നിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിന് മുന്നിൽ നിന്നാണ് സുജു ടി ബാബു വിവരങ്ങൾ നൽകിയത്.